നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തോമസ്. ഇന്ന് പരിസ്ഥിതി ദിനമാണ്. നമ്മളെല്ലാ കാലത്തും കാണുന്ന പോലെ ഭയങ്കര വാശിയോടുകൂടിയാണ് പരിസ്ഥിതി ദിന ആചരണം നടത്തുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ വളരെ സജീവമായതോടുകൂടി എല്ലാവരും തയ്യൊക്കെ നടന്ന പടമൊക്കെ എടുത്തിട്ടു ഭയങ്കരമായിട്ട് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തു. നല്ലതാണ്, നമ്മളതിനെ കുറ്റമൊന്നും പറയാം. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നട്ട തൈകളെവിടെ, നട്ട മരങ്ങളെവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ ലക്ഷക്കണക്കിന് രൂപയാണ്, കോടിക്കണക്കിന് രൂപയാണ് ഓരോ പരിസ്ഥിതി ദിനത്തിലും ഗവൺമെൻറ് നശിപ്പിച്ച് കളയുന്നത് എന്ന് തന്നെ പറയും. കാരണം നട്ട മരങ്ങളൊന്നും കാണാത്തത്, കൊണ്ടുപോകുന്നവർ നടാത്തത്, പല സ്ഥലങ്ങളിലും ഈ മേടിച്ചുകൊണ്ട് പോകുന്ന ക്ലബ്ബുകൾ ആ ക്ലബിൻ്റെ മൂലയിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്നവർ മാത്രമേ ഇത്തരം പ്രവൃത്തികൾക്ക് ഇറങ്ങാവൂ. അത് സത്യസന്ധമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ളത് വളരെ സത്യസന്ധമായി പോകും. വരുന്ന തലമുറയ്ക്ക് വേണ്ടി, അവർക്കിവിടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ സത്യസന്ധത പുലർത്തണം. നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ആത്മാർത്ഥമായി ജൈവപരമായി ഇടപെടണം എന്ന അഭ്യർത്ഥനയോടെ നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,275 രൂപ, പവന് 1,14,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. നാടകം ആഘോഷമായി പരിസ്ഥിതി ദിനാചരണം. മലങ്കര ഓർത്തഡോക്സ് ചർച്ച് എക്കോളജിക്കൽ കമ്മീഷൻ കൊല്ലം രൂപതയുടെ പരിസ്ഥിതി ദിനാചരണം കുണ്ടറ MGD ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ ആനി ജൂലി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജോസഫ് മാർ ഡിയാനോസിസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി കമ്മീഷൻ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ പ്രവീൺ സാം പണിക്കർ, ലോക്കൽ മാനേജർമാരായ MM വൈദ്യൻ, കോറപ്പിസ്കോപ്പ ഫാദർ മാത്യു പണിക്കർ, പ്രിൻസിപ്പൽ ലീന എബ്രഹാം, ഹെഡ് മാസ്റ്റർ ഫിലിപ്പ് M. ഏലിയാസ്, ഹെഡ് മിസ്ട്രസ് ഷീബ മാത്യു, കുണ്ടറ സെമിനാരി മാനേജർ ഫാദർ ഗീവർഗീസ് ബേബി, പരിസ്ഥിതി കമ്മീഷൻ ഭദ്രാസന സെക്രട്ടറി ജോൺ C. ഡാനിയൽ, ജോയിൻറ്റ് സെക്രട്ടറി സാറാമ ജോയി, ട്രഷറർ ജോയി ജോസ്, ബിജു ശാമുവേൽ, നിതിൻ തോമസ്, ഡോക്ടർ ജിജോ C. ജോൺസ്, സിജി അനൂപ് എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി മുളവന 1-ാം വാർഡിലെ വിവിധ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മുളവന ശ്രീ ശങ്കരോദയം LP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ നടീലും നടന്നു. വാർഡംഗം സരിനി അനിൽ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് B. ശ്രീലത, PTA പ്രസിഡന്റ് ശോഭ, ബൈജു പോൾ, ലാലി ജോർജ് എന്നിവർ സംസാരിച്ചു. മുളവന 1-ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ നടീലും നടന്നു. CDS അംഗം ഗ്രേസി ഷാജി, ADS ഭാരവാഹികളായ ബൽസമ്മ സജീവൻ, വനജ വിജയൻ, തൊഴിലുറപ്പ് മേറ്റുമാരായ ഷീന റോയി, R. സന്ധ്യാമോൾ എന്നിവർ നേതൃത്വം നൽകി. പുനക്കുന്നൂർ ദേശസേവിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ നടീൽ വാർഡ് മെമ്പർ ഷീജ ഉദ്ഘാടനം ചെയ്ത്. KB ബിജു, S. മണികണ്ഠൻപിള്ള, ഷാഗുൽ ഹമീദ്, G. ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. പെരിനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചന്നന്തോപ്പ് ഗവൺമെൻറ് IKക്ക് സമീപം വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് V. മനോജ് നിർവഹിച്ചു. സെക്രട്ടറി ജ്യോതിഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതി, ജൂനിയർ സൂപ്രണ്ട് വിജയകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, ആരോഗ്യ സമിതി ചെയർമാൻ B. പ്രസന്നകുമാർ, വൈസ് പ്രസിഡന്റ് നൗഫിയ, പഞ്ചായത്ത് അംഗങ്ങളായ ഷെറീന ഫിറോസ്, ഹസീന ഹിഷാം, ജാൻസി ആൻ്റണി, ജെസി അജയൻ, മനോജ്, അമൽജിത്ത് എന്നിവർ സംസാരിച്ചു. കിഴക്കേക്കല്ല പഞ്ചായത്ത് ലോക പരിസ്ഥിതി ദിനം ഹരിതാഭം 26 ആഘോഷിച്ചു. ഗവൺമെൻറ് LPSൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജയശ്രീ പിള്ള അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ CB തോമസ്, സിബിൾ ബാബു, ഗീത സജീവ്, മെമ്പർമാരായ പുളിക്കൽ രാജേന്ദ്രൻ, ബിപിൻ വിക്രമൻ, അനിൽ പുതുവേലിൽ, അമ്പിളി രഞ്ജിത്ത്, സുനിൽ L. സുനിൽ, സുപ്രിയ ഷീന വിനോദ്, KR സന്തോഷ്, അനൂജ V. ഗോപാൽ, PT ഷാജി, ശ്രീരഞ്ജിനി, ഹെഡ് മിസ്ട്രസ് ഷജീന എന്നിവർ സംസാരിച്ചു. പേരയം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം മുളവന ശ്രുതി ക്ലബ്ബ് ഗ്രൗണ്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്യാം ഉദ്ഘാടനം ചെയ്തു. ഷീജ സുജിത്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ ബിൻസി ബിന്നി, അംഗങ്ങളായ സൂസി രഞ്ജിത്ത്, സുഷമ ജോസ്, G. ഗോപിലാൽ, ശ്രുതി ക്ലബ്ബ് സെക്രട്ടറി ജയപ്രകാശ്, ജിജി, രാജി ഷീജ, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. പെരുമ്പുഴ മാർ ഗ്രിഗോറിയോസ് UP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വാർഡംഗം ഷീബ മോൾ ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപകൻ KG സാബു അധ്യക്ഷത വഹിച്ചു. നീതുമോൾ, അജോയ് P. ജോൺ, K. മോളിക്കുട്ടി,
എബിലി എബ്രഹാം, രാജി, ശ്രീകല, രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കുണ്ടറ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷവും ഫലവൃക്ഷത്തൈ വിതരണവും കുണ്ടറ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്നു. കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് ജി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ഉഷ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സതീഷ് കുമാർ ഉണ്ണിത്താൻ, തോമസ് ബി പണിക്കർ, പഞ്ചായത്ത് അംഗങ്ങളായ സരിനി, അനിൽ, സുമംഗല, ഐ തോമസ്, വിജയലക്ഷ്മി, ശ്രീകല, കീർത്തി രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി പി ടൈറ്റസ്, തഹസീൽദാർ അജിലാൽ, കൃഷി ഓഫീസർ ബിനീഷ, സബ് രജിസ്ട്രാർ, ട്രഷറി ഓഫീസർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ബിജു, വൈസ് ചെയർപേഴ്സൺ ഷാർലറ്റ് നിർമ്മൽ എന്നിവർ പങ്കെടുത്തു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. സർക്കാർ പദ്ധതികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രാധാന്യം ഉറപ്പാക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 2050 കേരളം കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. സർക്കാരിൻ്റെ എല്ലാ വികസന പദ്ധതികളിലും പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധത്തിനും പ്രാധാന്യം ഉറപ്പുമാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സിംഫണി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രകൃതിയെ തകർക്കുന്ന ഒരു വികസന പ്രവർത്തനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. സന്തുലിതവും സുസ്ഥിരവുമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ കാർബൺ ന്യൂട്രൽ ആക്കാൻ ദേശീയ തലത്തിൽ 2070 ലക്ഷ്യമിട്ടിരിക്കുമ്പോൾ കേരളം 2050 കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറുന്നതിനാണ് ശ്രമിക്കുന്നത്. 2040 ഇതിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാനാകും. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പോൾ ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ മാത്രം കണ്ടിരുന്ന തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാന പ്രതിഭാസങ്ങൾ ഇപ്പോൾ അറബിക്കടലിലും പ്രകടമാകുന്നുണ്ട്. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളും ഏതു സമയത്തും സംഭവിക്കാം. കൊച്ചി, മുംബൈ പോലുള്ള നഗരങ്ങൾക്ക് ഇത് വലിയ ഭീഷണിയാണ്. മേഘവിസ്ഫോടനങ്ങൾ പെട്ടെന്ന് രൂപപ്പെടുന്നതിനാൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റാൻ പോലും സമയം ലഭിക്കാത്ത സാഹചര്യം പശ്ചിമഘട്ട മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൻ്റെ 600 കിലോമീറ്റർ നീളമുള്ള കടൽ തീരവും 44 നദികളും പശ്ചിമഘട്ടവും തടാകങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. കാർബൺ ന്യൂട്രൽ എന്ന ലക്ഷ്യം ഒരു തലമുറയ്ക്ക് മാത്രം പൂർത്തിയാക്കാവുന്ന ദൗത്യമല്ലെന്നും വരും തലമുറയ്ക്കും കൈമാറേണ്ട വലിയ ഉത്തരവാദിത്തമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള കാർബൺ ന്യൂട്രൽ പാത്വേ 2050 സംസ്ഥാന മാലിന്യ സംസ്കരണ സൗകര്യങ്ങളെക്കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ടും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. പത്മശ്രീ കൊല്ലയിൽ ദേവകി അമ്മയെ ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി മിത്രം പുരസ്കാരവും മുഖ്യമന്ത്രി സമ്മാനിച്ചു. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാനം ഡയറക്ടറേറ്റ്, കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ പരിസ്ഥിതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടർ സുനിൽ പാമിടി സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന ജൈവവൈദ്യുത ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ എസ് ശ്രീകല, KSCSDE മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ഹരിനാരായണൻ എന്നിവർ പങ്കെടുത്തു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future.
Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കുണ്ടറ റോഡ് കടവിൽ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താൻ നിവേദനം. കുണ്ടറ പഞ്ചായത്തിലെ റോഡ് കടവിൽ അഷ്ടമുടി കായൽ തീരത്ത് പ്രവർത്തനരഹിതമായ ഐസ് പ്ലാന്റിൻ്റെ സ്ഥലവും കെട്ടിടവും ഉപയോഗപ്പെടുത്തി കായൽ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താൻ പദ്ധതി ആവിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് RSP കുണ്ടറ ലോക്കൽ കമ്മിറ്റി ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥിന് നിവേദനം നൽകി. ആനന്ദ് ലോറൻസ്, വിനോദ്, ബൈജു എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447411980. ടൂറിസം മേഖലയ്ക്ക് വ്യവസായ പദവി ലഭ്യമാക്കാൻ ശ്രമം തുടരുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കേരള ടൂറിസത്തിന് വ്യവസായ പദവി ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാർ ശക്തമായി തുടരുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് കോവളം ലീൻ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലെ ഉത്തരവാദിത്ത ടൂറിസം മാതൃകയിൽ നിന്ന് കേരള ടൂറിസത്തെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും വരാനിരിക്കുന്ന ബജറ്റിൽ അവ ഉൾപ്പെടുത്തുന്നതും പരിഗണനയിലാണെന്ന് മന്ത്രി വ്യക്തമാക്കി. പൈതൃക ഉത്തരവാദിത്ത ടൂറിസം, ആയുർവേദ പാരമ്പര്യം, മനോഹരമായ ബീച്ചുകൾ, കായലുകൾ, ഹിൽ സ്റ്റേഷനുകൾ, സാംസ്കാരിക വൈവിധ്യം എന്നിവയിലൂടെ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നായി കേരളം മാറിയിട്ടുണ്ട്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെയാണ് സംസ്ഥാനം ആകർഷിക്കുന്നത്. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന നെടുന്തൂണുകളിലൊന്ന് ടൂറിസം മേഖലയെന്നും വിവിധ അനുബന്ധ മേഖലകളിലായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ മേഖല നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സർക്കാർ ഏജൻസികൾ, സ്വകാര്യ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർ, നിക്ഷേപകർ, പ്രാദേശിക സമൂഹം എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കേരള ടൂറിസത്തിൻ്റെ വളർച്ചയെന്നും മന്ത്രി. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് പോലെയുള്ള വേദികൾ ടൂറിസം മേഖലയിലെ ബിസിനസ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ നിക്ഷേപം, വാണിജ്യ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായമാണെന്നും മന്ത്രി പറഞ്ഞു. Kerala today stands as one of the most admired tourism destinations in the world. Our rich heritage, responsible tourism initiatives, Ayurveda, wellness traditions, beaches, backwaters, hill stations and cultural diversity continue to attract millions of visitors every year. Tourism remains one of the strongest pillars of Kerala's economy, generating employment and creating opportunities for thousands of people across multiple sectors. The Government of Kerala has always strongly supported the public-private partnership model for the development of tourism and hospitality infrastructure. The success of Kerala tourism itself is the result of the collective efforts of government agencies, private entrepreneurs, hoteliers, tour operators, investors and local communities. We firmly believe that industry growth can move forward effectively only through strong cooperation between the public and private sectors. Today, Kerala is emerging as a major destination for leisure tourism, wellness tourism, experiential tourism. Events like Global Travel Market play a vital role in strengthening business collaborations, promoting destinations, and opening new opportunities for the tourism industry. ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് MBG CBN കൊല്ലത്തിന് മിന്നും വിജയം. പുനലൂരിൽ സമാപിച്ച 34ാമത് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി കൊല്ലം
കൊല്ലം ടീം MVG CVM കളരി മിക്ക ഇനങ്ങളിലും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടി. പഠനോപകരണ വിതരണം നടത്തി. നലില തരങ്കിണി കായിക സമിതി സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ സ്കൂൾ പഠനോപകരണ വിതരണം നല്ലില ഗവൺമെൻറ് UP സ്കൂളിൽ NK പ്രേമചന്ദ്രൻ NP ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ ജോൺ P. ആൻഡോയ്ക്ക് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വാർഡംഗം ജേക്കബ് മാത്യു, ക്ലബ്ബ് പ്രസിഡന്റ് ജോസി ജോൺ, സെക്രട്ടറി അനന്തു, ട്രഷറർ ടിൻഡു തോമസ്, കൺവീനർ ജോൺസൺ T. ബിജു, ബിനോയ് റോബിൻ എന്നിവർ നേതൃത്വം നൽകി. പുസ്തക പ്രകാശനവും പൗരസമിതിയുടെ നേതൃത്വത്തിൽ മന്ത്രി PC വിശ്വനാഥിന് സ്വീകരണം. പെരുമ്പുഴ കസ്തൂർബായിയുടെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനവും കവിയരങ്ങും നടക്കും. ഞായറാഴ്ച ആശുപത്രിമുക്ക് വേണൂസ് കോളേജിൽ ഉച്ചയ്ക്ക് 1:30 കവിയരങ്ങ് ആരംഭിക്കും. വൈകിട്ട് 4 NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. പൗരസമിതി പ്രസിഡന്റ് KO മാത്യു പണിക്കർ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കുണ്ടറയുടെ വികസനം, പൗരസമിതിയുടെ നിർദ്ദേശങ്ങൾ സെക്രട്ടറി ശിവൻ വേളിക്കാട് അവതരിപ്പിക്കും. മന്ത്രി PC വിശ്വനാഥ് പുസ്തക പ്രകാശനം ചെയ്യും. വേണൂസ് കോളേജ് ഡയറക്ടർ R. വേണുഗോപാലുള്ള പുസ്തകവും പരിചയപ്പെടുത്തും. കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണനുള്ള മുഖ്യ പ്രഭാഷണം നടത്തും. നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനർ പുറത്തിറങ്ങിയിട്ടുള്ള 30 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. എന്തിന് വൃഥ ആണ് ഏറ്റവും അവസാനത്തെ ചിത്രം. 5.5 മിനിറ്റുള്ള ആ ചിത്രം നിങ്ങൾ തീർച്ചയായിട്ടും കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.